5718 കോടി രൂപയുടെ പ്രൊജക്റ്റാണ് ഇത്. ടീച്ചിങ് ലേണിംഗ് ആൻഡ് റിസൾട്ട്സ് ഫോർ സ്റ്റേറ്റ്സ് എന്നുള്ള ഒരു പ്രൊജക്റ്റാണ് സ്റ്റാഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സ്ട്രെങ്തനിങ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് ആൻഡ് റിസൾട്ട്സ് സ്റ്റേറ്റ്സ് പ്രോഗ്രാം. അപ്പോൾ സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസി അവരാണ് ഇത് കൊണ്ടുവരിക. ഇതിന്റെ ഉദ്ദേശം എന്താണ്? ഇറ്റ് ഈസ് എ പ്രൊജക്ട് ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ആൻഡ് ഗവേണൻസ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ഇൻ 6 ഇന്ത്യൻ സ്റ്റേറ്റ്സ്. ആ 6 സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഹിമാചൽ പ്രദേശിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യും, കേരളത്തിലുണ്ട്, മധ്യപ്രദേശ് ഉണ്ട്, മഹാരാഷ്ട്രയുണ്ട്, ഒറീസയുണ്ട്, രാജസ്ഥാനുണ്ട്. UPSC ചോദിക്കുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യനിലേക്ക് വരുന്ന രീതിയിലുള്ള ഒരു പ്രൊജക്റ്റാണിത്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റുകളൊന്ന് നോട്ട് ചെയ്യുക: ഹിമാചൽ, കേരള, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഒറീസ, രാജസ്ഥാൻ. എന്താണ് സ്റ്റാർ പ്രൊജക്ട് എന്നുള്ളതും ഒന്ന് മനസ്സിലാക്കുക. അടുത്ത ടോപ്പിക്, ഇതിൽ 6 മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികളാണ് വരുന്നത്. 250 മില്യൺ കുട്ടികൾ വരും. അപ്പൊ 2.5 കോടിയോളം കുട്ടികളാണ് ഇതിൽ വരിക. അല്ല, 25 കോടിയോളം വരും അല്ലെ. 25 മില്യൺ എന്ന് പറയുമ്പോൾ 25 കോടി, 250 മില്യൺ, 25 കോടിയോളം വരുന്നത്. 10 മില്യൺ ടീച്ചേഴ്സ്. അപ്പൊ 1 കോടിയോളം ടീച്ചേഴ്സിന് ഇതിന്റെ പ്രയോജനം ലഭിക്കും. പ്രൊജക്റ്റിൽ ഒരു കണ്ടീജൻസി എമർജൻസി റെസ്പോൺസ് കോമ്പൗണ്ട് ഉണ്ട് അണ്ടർ ദ നാഷണൽ കോമ്പോണന്റ് which would enable it to be more responsive to any natural, man-made and health disasters. It will help the government respond to situations leading to loss of learning such as school closures, inadequate facilities, and use technology for facilitating remote learning, etc. The CERC component would facilitate the rapid recategorization of financing and the utilization of streamlined financing request procedures. PARAC. അടുത്ത എന്താണ് PARAC എന്ന് വെച്ചാൽ പെർഫോമൻസ് അസസ്മെന്റ് റിവ്യൂ ആൻഡ് അനാലിസിസ് നോളജ് ഫോർ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ്. ഇത് ഒരു നാഷണൽ അസസ്മെന്റ് സെന്റർ ആണ്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020യുടെ ഭാഗമാണ്. ഇവിടെ ഈ ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എഡ്യൂക്കേഷൻ മിനിസ്ട്രിയുടെ കീഴിലാണ് വരിക. ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെ സ്റ്റുഡന്റ് അസസ്മെന്റ് ഉണ്ട്, അതുപോലെ ഇവാലുവേഷൻ ഫോർ ഓൾ സ്കൂൾ ബോർഡ്സ് അക്രോസ് ദ കൺട്രി. പലപ്പോഴും ഇത് സ്റ്റേറ്റ് നോംസ് ആണ് പാലിക്കുന്നത്, അത് മാറി ഒരു ടോട്ടൽ തലത്തിലേക്ക് വരും. അടുത്ത FSSAI ക്യാപ്സ്, ട്രാൻസ് ഫാറ്റി ആസിഡ്സ് ഇൻ ഫുഡ്. ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ്, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്, മൾട്ടിപ്പിൾ ടൈംസിൽ വന്നതാണ്. ഒരു ട്രാൻസ് ഫാറ്റിന്റെ അളവ് 2021 3%, 2022 2% കുറയ്ക്കണം ഫുഡിലുള്ളത്. അതിപ്പോ 5% എന്തിനാണ് എന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ ലോകത്തിന്റെ ഹാർട്ട് അറ്റാക്ക് ക്യാപിറ്റലായിട്ട് ഇന്ത്യ മാറുകയാണ്. അപ്പൊ ഇൻഡസ്ട്രിയൽ ട്രാൻസ് ഫാറ്റി ആസിഡ്, അത് ഒരു ഹൈഡ്രജൻ ലിക്വിഡ് created in an industrial process that adds hydrogen to liquid vegetable oils to make them more solid, increase shelf life of food items and for use of an adulterant as they are cheap. They are present in baked, fried and processed foods as well as adulterated ghee which becomes solid at room temperature. അടുത്തൊരു ചോദ്യം, acute encephalitis syndrome AES. First acute encephalitis syndrome case of the year suspected in Musafir, usually AES, locally called 𝐚𝐬𝐴𝐚𝐬𝐸, surfaces during summer in the flood-prone districts of North Bihar. 150 കുട്ടികൾ ഈ ഒരു അസുഖം വന്ന് മരിക്കുകയുണ്ടായി. ഡിസീസസും പലപ്പോഴും UPSCയുടെ ഒരു ഫേവറേറ്റ് ഏരിയ ആണ്. സയൻസ് ഏരിയയിൽ ഡിസീസസ് ചോദിക്കാറുണ്ട്. Acute encephalitis syndrome is a basket term used for referring to hospitals, children with a clinical neurological manifestation that includes mental confusion, disorientation, convulsion, delirium, or coma. Meningitis caused by virus or bacteria. Encephalitis encephalitis normally എന്താണ്? വൈറസ് ആണ് കോസ് ചെയ്യുക കൂടുതൽ. സോ എൻസെഫാലിറ്റിസ് സിൻഡ്രോം എന്നറിയപ്പെടുന്നത് വൈറസ്, എൻസെഫാലോപ്പതി, സെറിബ്രൽ മലേറിയ, സ്ക്രബ്, ടൈഫൂസ്
കോസ്ഡ് ബൈ ബാക്ടീരിയ. ഇതെല്ലാം കൂടെ ചേർന്നതിനെയാണ് നമ്മൾ പൊതുവെ എൻസിഫാലിറ്റിസ് സിൻഡ്രോം എന്ന് വിളിക്കാറുള്ളത്. പല ബാക്ടീരിയ, ഫംഗൈ, വൈറസ് ഇത് മൂന്നും ഇതിന് കാരണമാവുന്നുണ്ട്, എൻസിഫാലിറ്റീസിന് കാരണമാവുന്നു. ഇന്ദ്രധനുഷ് 3 launched. മിഷൻ ഇന്ദ്രധനുഷ് 3 immunization ആണ്. Strengthen and re-energize the program and achieve full immunization coverage for all children and pregnant women. All children and pregnant women എന്നുള്ളത് കീ ടേം ആണ്, നോട്ട് ചെയ്യുക കേട്ടോ, നിങ്ങളുടെ മെമ്മറി വേണം. വലിയൊരു പ്രൊജക്റ്റ് ആണ്. സ്കീംസിൽ നമുക്ക് പഠിക്കാനുള്ളതിൽ വെച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. Full immunization with all available vaccines for children up to 2 years of age and pregnant women. ഏജ് 2 വയസ്സ് വരെയാണ്. അതിൽ ഏതൊക്കെ ഡിസീസാണ്? 12 ഡിസീസസ് ഉണ്ട്. നോക്കാം, ചിലപ്പോൾ UPSC ഒരു ഓപ്ഷനിൽ ഇതിലില്ലാത്ത ഒരു ഡിസീസ് എടുത്തിടാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കുക: ഡിഫ്തീരിയ, വൂപ്പിംഗ് കഫ്, ടെറ്റനസ്, പോളിയോ, ട്യൂബർക്കുലോസിസ്, ഹെപ്പറ്റൈറ്റിസ് ബി, മെനിഞ്ചൈറ്റിസ് ആൻഡ് ന്യൂമോണിയ, ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ആൻഡ് ടൈപ്പ് ബി ഇൻഫെക്ഷൻസ്, ജാപ്പനീസ് എൻസിഫാലിറ്റിസ്, റോട്ടാവൈറസ് വാക്സിൻ, ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിൻ ആൻഡ് മീസൽസ് റുബെല്ല. ഇത്രയാണുള്ളത്. ഇപ്പൊ വേണേൽ ഹെപ്പറ്റൈറ്റിസ് ഡി ഒക്കെ എടുത്തിടാം ഓപ്ഷൻ ആയിട്ട്. അതില്ല, അതിൽ വരില്ല. ഹെപ്പറ്റൈറ്റിസ് ബി ആണ് വരുന്നത്. However, vaccination against Japanese encephalitis and Haemophilus influenza type B is provided in selected districts of the country. അത്രയും സ്ഥലങ്ങളിലാണ് ഇത് കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കുക. അടുത്ത് 105ാമത്തെ ടോപ്പിക്കിലേക്ക് പോകുന്നു. കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ്. ഇത് ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ എന്ന് പറയുന്ന വേൾഡ് ഓർഗനൈസേഷൻ ആണ് ചെയ്തിട്ടുള്ളത്. UPSCയുടെ മറ്റൊരു ഡയമെൻഷനാണ് റിപ്പോർട്ട് ചോദിച്ചിട്ട് ഇതാരാണ് ഈ റിപ്പോർട്ട്, ഹു ഹാസ് ഇഷ്യൂഡ് ദിസ് റിപ്പോർട്ട്. ദേ മേ ആസ്ക് സിമിലർ ക്വസ്റ്റ്യൻസ് ഓൾവേസ്. സോ കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ്, എനിക്ക് തോന്നുന്നത് UPSC നേരത്തെ ഒരു തവണ ചോദിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ധാരണ. കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്കുള്ള പ്രിലിമിന്റെ ക്വസ്റ്റ്യനിൽ എപ്പോഴോ കണ്ടിട്ടുണ്ട്. അത് ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ ആണിത് പുറത്തിറക്കിയിട്ടുള്ളത്. പലപ്പോഴും നിങ്ങൾക്കറിയാം, ഈ ഗുഡ് ഗവേണൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്, അല്ലെ കോട്ട് ചെയ്യുന്ന ഒരു റെഫറൻസ് ആണ് ട്രാൻസ്പെറൻസി ഇന്റർനാഷണലിന്റെ സർവേസും അല്ലെങ്കിൽ ഇൻഡെക്സും മറ്റുമൊക്കെ. 180 കൺട്രീസിൽ 1 to 100 ആണ് അവരൊരു സ്കെയിൽ കൊടുത്തത്. ഇന്ത്യ 86th പൊസിഷനിലാണ്. അത് ഏഷ്യ പസഫിക് റീജിയനിലും ഗ്ലോബൽ ആവറേജിന്റെയും ഒക്കെ ബിലോ ആണ്. ചൈന പോലും 78ാമത്തെ പൊസിഷനുണ്ട്. ദാറ്റ് മീൻസ് എന്താണ്? ഇന്ത്യയിൽ പല ഏരിയയിലും കറപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ്, അല്ലെ? ഏറ്റവും കൂടുതലുള്ള എവിടെയാണ്? സൗത്ത് സുഡാൻ. പെർസെപ്ഷൻ ആണ് കറപ്ഷനോടുള്ള ആളുകളുടെ. ഇവിടെ അഴിമതി ഉണ്ട് എന്നുള്ള ഒരു ധാരണ ആളുകളിൽ ഉണ്ടാവുന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അടുത്ത് 106ാമത്തെ ടോപ്പിക്കിലേക്ക് പോകുന്നു. ചബ്ബാർ പോർട്ട്. 106 ചബ്ബാർ പോർട്ട്. ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടതാണ്. ചബ്ബാർ പോർട്ട് കഴിഞ്ഞ ആഴ്ച കണ്ടതല്ലേ? ആണോ? എവിടെയാണ് ചബ്ബാർ പോർട്ട്? എവിടെയാ വരിക? ഹലോ. അതെ, ദിസ് ഇസ് എ ബൈലാറ്ററൽ കോൺട്രാക്ട് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ഇറാൻ. This is a part of a bilateral contract between India and Iran signed in May 2016 for $85 million to equip and operationalize the port. Amid talks with Iranian authorities, it signals a push to the port project. നമുക്ക് നമ്മുടെ ഒരു പ്രത്യേകത, നമ്മൾ ഇറാനുമായിട്ടും വളരെ നല്ലൊരു റിലേഷൻഷിപ്പ് ഉള്ള ഒരു രാജ്യമാണ്. നമ്മൾ അമേരിക്ക അവിടെ ഉപരോധമൊക്കെ ഏർപ്പെടുത്തിയെങ്കിലും നമ്മൾ ഇറാനുമായിട്ട് എന്തിനാണ് നമ്മൾ അങ്ങനെ ഒരു റിലേഷൻ വെക്കുന്നത്? നമുക്ക് അവിടുന്ന് ഓയില് നമുക്ക് അവിടുന്ന് കിട്ടേണ്ടതുണ്ട്. ഓയിൽ ഡിപ്ലോമസി ഒരു കാര്യമാണ്. പിന്നെ വേറെന്താ കാര്യം? നമുക്ക് റുപ്പിയില് പേയ്മെന്റ് നടത്താൻ പറ്റും. അതെ, അങ്ങനെയൊക്കെയുള്ള
പിന്നെ ഹിസ്റ്റോറിക്കലി നമ്മളുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ഉള്ള ഒരു കൺട്രിയാണ്. ഹിസ്റ്റോറിക്കലിയും ഇറാനും ഇന്ത്യയുമായിട്ട് പഴയ കാലം തൊട്ട് തന്നെ ചരിത്രാതീത കാലങ്ങൾ ചരിത്രപരമായിട്ട് നമ്മൾ നോക്കുമ്പോഴും നമ്മളുമായിട്ട് അവർക്ക് നല്ല റിലേഷൻഷിപ്പ് ഉണ്ട്. ഇറാൻ, ഇറാഖ്, പഴയ മെസോപ്പൊട്ടേമിയൻ കൾച്ചറിലൊക്കെ പെട്ട സ്ഥലങ്ങളൊക്കെ ഇല്ലേ, അവരുമായിട്ട് നമുക്ക് പൊതുവെ വി ഹാവ് ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് ഓൾ ദീസ് പീപ്പിൾ. So with why Chabbar port is important for India? ഇതൊരു മെയിൻ ക്വസ്റ്റ്യൻ്റെ ഒരു സംഗതിയും കൂടിയാണ്. ആ ഡയമെൻഷൻ അറ്റ്ലീസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. വിത്ത് ദിസ് ഇന്ത്യ ക്യാൻ ബൈപാസ് പാകിസ്ഥാൻ in transporting goods to Afghanistan. That is the most important point you have to mention in your answers. And second point, it will also boost India's access to Iran, the key gateway to international north-south transport corridor that has a sea, rail and road routes between India, Russia, Iran, Europe and Central Asia. അപ്പോൾ എത്ര ക്ലാരിറ്റിയോട് കൂടിയാണ് നമ്മുടെ നോട്ടിൽ ഓരോ പോയിന്റ്സും കൊടുത്തിരിക്കുന്നതെന്ന് നോക്കൂ. വളരെ അനലിറ്റിക്കലായിട്ട് ക്ലാരിറ്റിയോട് കൂടി പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ്, അണ്ടർസ്റ്റാൻഡ് ദ ബേസിക്സ്. എന്തുകൊണ്ടാണ്, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ്, സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് പോർട്ട് എന്നുള്ള ഒരു 3-4 പോയിന്റ് എങ്കിലും മനസ്സിലാക്കി വെക്കുക. Then the third thing, it also helps counter Chinese presence in the Arabian Sea, which China is trying to ensure by helping Pakistan develop Qatar port. That is another issue. China is helping Pakistan to develop Qatar port. Qatar port is less than 400 kilometers from Chabbar by road and 100 kilometers by sea. Another point, with the Chabbar port being developed and operated by India, Iran also becomes a military ally to India. Chabbar could be used in case China desired to flex its navy muscles by stationing ships in Qatar port to reckon its upper hand in the Indian Ocean, Persian Gulf and Middle East. അപ്പോൾ ചബാർ പോർട്ട് ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അതോടുകൂടി ഇന്ത്യയുടെ ഒരു മിലിറ്ററി അലൈ ആയിട്ട് ഇന്ത്യ മാറും. ഇത് എന്തുകൊണ്ടാണ്? ഇറാന്റെ ഒരു പ്രത്യേകത എന്താണ്? ഇറാനും ഇസ്ലാമിക് കൺട്രി ആണ് എങ്കിൽ പോലും ഇറാനൊരു പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത? പാകിസ്ഥാനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒക്കെ ആയിട്ട് വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഇറാനൊരു പ്രത്യേകതയുണ്ട്. എന്താണ് പ്രത്യേകത? ഇറാനിൽ ആരാണ്? സുന്നിയാണോ ഷിയയാണോ മെജോറിറ്റി? സാധാരണ ഷിയാസും സുന്നീസും തമ്മിലുള്ള കോൺഫ്ലിക്റ്റും പലയിടത്തും ഉണ്ട് അല്ലേ? ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയനും ഒക്കെ തന്നെ പലയിടത്തും ഉണ്ട്. അപ്പൊ ഇന്ത്യയുടെ ഒരു മിലിറ്ററി അലയൻസും ആയിട്ട് പിന്നെ മറ്റൊരു കാര്യം, ഈ മുസ്ലിം വേൾഡില് ഇറാന്റെ ഒരു പവർ അല്ലെ ഇൻഫ്ലുവൻസ് കുറവാണോ കൂടുതലാണോ? മുസ്ലിം വേൾഡില് വളരെ പവർഫുൾ ആയിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സ് ആണ് ഇറാനും ടർക്കിയൊക്കെ. സോ അവരുമായിട്ടൊരു ടൈപ്പ് ഉള്ളത് ഇറ്റ് ഈസ് ഗുഡ് ഫോർ ഇന്ത്യ. ട്രേഡ് ബെനിഫിറ്റ്സ് എന്താണ്? ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, പ്രത്യേകിച്ച് മെയിൻ പോയിന്റ് ഓഫ് വ്യൂ. വിത്ത് ചബ്ബാർ പോർട്ട് ബിക്കമിങ്, പ്രിലിമിനും ചോദിക്കാം, പ്രിലിമിനും ക്ലാരിറ്റി ഉണ്ടോ ഈ ആംഗിളിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. With the Chabbar port becoming functional, there will be a significant boost in the import of iron ore, sugar and rice to India. അപ്പോൾ ഓയിൽ മാത്രമല്ല, ഇത്രയും ആൻസേഴ്സിൽ ഇത്രയും ക്ലാരിറ്റി വേണം. The import cost of oil to India will also see a considerable decline. Cost കുറയും. India has already increased its crude purchases from Iran since the West imposed ban on Iran was lifted. വെസ്റ്റിന്റെ ബാൻ എടുത്ത് കളഞ്ഞു. അപ്പൊ അതിനുശേഷം ഇന്ത്യ എന്ത് ചെയ്തു? ക്രൂഡ് ഓയിൽ പർച്ചേസ് അവിടുന്ന് തുടങ്ങിയിട്ടുണ്ട്. From a diplomatic perspective, Chabbar port could be used as a point from where humanitarian operations could be coordinated. And that is another thing. We can plan many diplomatic things. അല്ലെ, ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരുപാട് ഓപ്പറേഷൻസും നമുക്ക് പാരലി പ്ലാൻ ചെയ്യാൻ സാധിക്കും. ദാറ്റ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് തിങ്. ചബാർ പോർട്ടിന്റെ ഒരു ഡയമെൻഷൻ കിട്ടിയോ? അപ്പൊ നിങ്ങൾ ഒരു ടോപ്പിക് എടുക്കുമ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറെ കുട്ടികൾക്ക് പറ്റുന്ന ഒരു പ്രശ്നം, അവരെ കറന്റ് ടോപ്പിക് ഒട്ടും ഡെപ്തിലല്ല മനസ്സിലാക്കും. ഇത്രയും ഒരു നോട്ട് എഴുതി വെച്ചാൽ പിന്നെ ചബാർ പോർട്ടിനെ കുറിച്ച് ഒന്നും അറിയേണ്ട കാര്യമില്ല. ഇതൊരു ടോപ്പിക് ഇട്ട് ഇൻഡെക്സ് ഇട്ട് നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവിൽ ഇടുക, പിന്നെ എപ്പോഴെങ്കിലും ഒന്ന്
സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ടിൽ ഇട്ടിട്ടൊന്ന് റിവൈസ് ചെയ്യുക. ദറ്റ് ഈസ് മോർ ദാൻ എനഫ് ഫോർ യുവർ പ്രിപ്പറേഷൻ. ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് കേട്ടോ. ദെൻ കോർഡിനേറ്റഡ് ഡിസ്എൻഗേജ്മെന്റ് ആൻഡ് പാങ്കോങ് സോ. ഡിസ്എൻഗേജ്മെന്റ് ആണ് പാങ്കോങ് ലേക്കിൽ. അത് കഴിഞ്ഞ വർഷമൊക്കെ ചോദ്യം വന്നാ കേട്ടോ. അപ്പൊ എന്താ ചെയ്യുക, നോർത്ത് ബാങ്ക് ഏരിയയിൽ നിന്ന് ഫിംഗർ 8ലേക്ക് മാറ്റും, ഒരു ട്രൂപ്സിനെ മാറ്റും. ഇന്ത്യ എന്ത് ചെയ്യും, ദാൻസിംഗ് താപ്പ പോസ്റ്റിൽ നിന്ന് ഫിംഗർ 3ലേക്ക് പോസ്റ്റിനെ മാറ്റും. ഡിസ്എൻഗേജ്മെന്റ് എന്ന് വെച്ചാൽ എന്താ, നിങ്ങൾക്ക് ഏതെങ്കിലും ടേം മനസ്സിലായില്ലേ ചോദിക്കണം കേട്ടോ. ഡിസ്എൻഗേജ്മെന്റ് എന്ന് വെച്ചാൽ നമ്മള് രണ്ട് കൂട്ടരെയും എന്ത് ചെയ്യുന്നു, രണ്ട് ഭാഗത്തേക്ക് മാറുന്നു. നമ്മൾ അവിടെ നിന്ന് പൊതുവെ മാറി നിൽക്കുന്നതിനെയാണ് ഡിസ്എൻഗേജ്മെന്റ് എന്ന് പറയുന്നത്. The lake is divided into sections called fingers. പാങ്കോങ് സോ കോൺക്ലേവ് ഓഫ് ലേക്ക് എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. 14,000 ഫീറ്റ് ഉണ്ട്, 135 കിലോമീറ്റർ ലോങ് ആണിത്. ഇറ്റ് ഈസ് ഫോംഡ് ഫ്രം 𝐷𝐸𝐻𝐸𝐴S. അതൊക്കെ മനസ്സിലാക്കുക. ഈ പാങ്കോങ് സോ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്, അതിന്റെ ജോഗ്രഫിക്കൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. കാരക്കോരം മൗണ്ടൻ റേഞ്ചിലാണ്. എൻഡ്സ് അറ്റ് ദ നോർത്ത് ബാങ്ക് ഓഫ് പാങ്കോങ്. പാങ്കോങ്ങിന്റെ നോർത്ത് ബാങ്കിലാണ് എന്ത് ചെയ്യുക, പാങ്കോങ് സോ എൻഡ് ചെയ്യുന്നു. ഇറ്റ് സദേൺ ബാങ്ക് ടു ഹാസ് ഹൈ ബ്രോക്കൺ മൗണ്ടൻസ് സ്ലോപ്പിംഗ് ടുവാർഡ്സ് സ്പാംഗൂർ ലേക്ക് ഇൻ ദ സൗത്ത്. അടുത്ത കൈലാഷ് റേഞ്ച്. 16, 17, 18 നമ്മുടെ എക്കണോമിക് സർവേ ബഡ്ജറ്റ് സെഷൻ വരുന്നത് കേട്ടോ. ഇത് മസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യണം. You can expect most of the questions in economics from these two areas. So we are giving you many questions from that area also. So ensure that you are attending those sessions. Kailash Range was the theater of conflict during 1962 Chinese offensive, with key battles at Rasangla and Gurung Hill. In 2020, Indian troops secured Kailash Ridge in an operation that took the Chinese by surprise. Kailash Range originates from the southern bank and runs northwest to southeast over 60 kilometers. UN Human Rights Council that former President Donald Trump withdrew from almost 3 years ago. So US planned to re-engage to it. US അതിലേക്ക് re-engagementന് ശ്രമിക്കുക. In his address to the United Nations Human Rights Council, External Affairs Minister S. Jaishankar said, terrorism continues to be one of the gravest threats to humankind and a crime against humanity. തീവ്രവാദം എന്നുള്ളത് മനുഷ്യത്വത്തിനെതിരെയുള്ള, മാനവികതയ്ക്കെതിരെയുള്ള ഏറ്റവും വലിയ കുറ്റകൃത്യമാണ് ജയശങ്കർ പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് കൊട്ടേഷനായിട്ടൊക്കെ യൂസ് ചെയ്യാവുന്ന ടൈമാണ്. which violates the most fundamental human rights, namely the right to life. ഒരു എസ്സേയൊക്കെ തുടങ്ങാൻ പറ്റിയ ഒരു കോട്ടാണ് അല്ലേ. Human rights violations and gaps in the implementation of human rights should be addressed within a fair and just manner, with objectivity, non-selectivity, and transparency, and with the due respect with the principle of non-interference in internal affairs and national sovereignty. So what is the background? India had last month presented an 8-point action plan to deal with the scourge of terrorism, in which India asked the world to crack down on countries sheltering and harboring prescribed terrorists. The action plan also includes cracking the whip on terror financing. Terrorism develop ചെയ്യാനുള്ള കാര്യം എന്താണ്? ഫിനാൻസിങ് ആണ്. അത് കട്ട് ചെയ്യണം അല്ലേ, വേണ്ടേ? അപ്പൊ ഇന്ത്യ ആവശ്യപ്പെട്ടത് എന്താണ്? ഇന്ത്യ ആവശ്യപ്പെട്ടത് UNHRC was reconstituted from its predecessor organization. The UN Commission on Human Rights helped to overcome the credibility of deficit of the previous organization. Its headquarters in Switzerland and Geneva. Limited liability partnership, നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ടോപ്പിക്. ഗവൺമെന്റ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഗിൽറ്റ് എഡ്ജ്ഡ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് എക്കണോമിയിൽ നിന്നുള്ള ഒരു ടോപ്പിക്കാണ്.
ഗവൺമെന്റ് പുറപ്പെടുവിക്കുന്ന കടപ്പത്രങ്ങളെയാണ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ഗവൺമെന്റിന് പണം ആവശ്യമായിട്ട് വരുമ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്യും? ഗവൺമെന്റ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ കടപ്പത്രങ്ങൾ പുറപ്പെടുവിക്കും എന്ന് മനസ്സിലാക്കുക. Such securities can be both short term with the original maturities of less than 1 year or long term. The central government issues both treasury bills and bonds or dated securities. State governments issue only bonds or dated securities. ഇത് മനസ്സിലാക്കുക കേട്ടോ. ഈ സെക്യൂരിറ്റീസിൽ ഷോർട്ട് ടേമും ലോങ് ടേമും ഉണ്ട്. ഷോർട്ട് ടേമിൽ ട്രഷറി ബിൽസ് ഒക്കെ വരും. ലെസ് ദാൻ 1 ഇയർ മെച്യൂരിറ്റി വാല്യൂ ഉള്ള കടപ്പത്രങ്ങളെയാണ് ഷോർട്ട് ടേം സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. അത് ടേം അനുസരിച്ചാണ്. 1 വർഷത്തിൽ കൂടുതലുള്ളതാണ് ലോങ് ടേം സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. സെൻട്രൽ ഗവൺമെന്റ് ട്രഷറി ബിൽസും അതുപോലെ ബോണ്ട്സും അല്ലെങ്കിൽ ലോങ് ടേം ബോണ്ട്സും ഇഷ്യൂ ചെയ്യും. സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ത് അധികാരമില്ല? ഈ ട്രഷറി ബിൽസിനുള്ള അധികാരമില്ല. അവര് ബോണ്ട്സ് ആണ് അല്ലെങ്കിൽ ലോങ് ടേം സെക്യൂരിറ്റീസ് ആണ് സ്റ്റേറ്റ് ഗവൺമെന്റിന് ഇഷ്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ഡിഫറൻസസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. ഒരു എക്കണോമിയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനത്തെ സിമ്പിൾ ടേം ആണ്. നിങ്ങളിതിപ്പോ ഈ ടേം നിങ്ങൾക്ക് ഫെമിലിയർ അല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്കിത് പലപ്പോഴും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. ഇതൊന്നും നിസ്സാരം കോൺസെപ്റ്റ്സേ ഉള്ളൂ. അപ്പൊ അത് അത്ര വലിയൊരു അത്ര ഒരു ടഫായിട്ടുള്ള ഒരു സംഗതിയൊന്നും അല്ല. സിൻസ് ദേ ആർ ഇഷ്യൂഡ് ബൈ ദ ഗവൺമെന്റ്, they carry no risk of default and hence are called risk-free or gilt-edged securities. Gilt-edged security അല്ലെ risk-free എന്നൊക്കെ അറിയപ്പെടാൻ കാര്യം എന്താ? ഞാനൊരു ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ കമ്പനിയുടെ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിന്റെ സൗത്ത് ഇന്ത്യ ഹെഡായിരുന്നു. 𝐰𝐰𝐰𝐸 കേരള, കർണാടക, ഗോവയുടെ ഹെഡായിരുന്നു ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഞാൻ അവർക്ക് എന്റെ ട്രെയിനിങ്ങിന്റെ ഒരു പ്രധാനപ്പെട്ട ഏരിയാസ് ഒക്കെ ഇത്തരം പറഞ്ഞ പോലെ എക്കോണമി ആയിട്ട് റിലേറ്റ് ചെയ്ത അല്ലെങ്കിൽ ഫിനാൻസുമായിട്ട് റിലേറ്റ് ചെയ്ത ഏരിയാസ് ആയിരുന്നു. ഞാനൊക്കെ എടുത്തുകൊണ്ടിരുന്ന ഒരു ടോപ്പിക്കാണിത്. ഇങ്ങനത്തെ ടോപ്പിക്സ് ഒക്കെ അവർക്ക് എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് എടുത്തുകൊണ്ടിരുന്ന ടോപ്പിക്കാണ്. അപ്പൊ റിസ്ക് ഫ്രീ എന്ന് അറിയപ്പെടാൻ കാര്യം എന്താണ്? ഗവൺമെന്റ് സെക്യൂരിറ്റീസും അല്ലെ പ്രൈവറ്റ് സെക്യൂരിറ്റിയും ഗവൺമെന്റ് ആണ് ഇവിടെ ഇഷ്യൂ കൊടുക്കുന്നത്, ഗ്യാരണ്ടി കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇത് റിസ്ക് ഫ്രീ എന്നറിയപ്പെടുന്നത്. 2, ഗിൽറ്റ് എഡ്ജ്ഡ് എന്നറിയപ്പെടാനുള്ള കാരണം, പണ്ടൊക്കെ ഈ ഗവൺമെന്റ് ബോണ്ട് വരുമ്പോൾ നിങ്ങൾ പഴയ കാലത്തെ സംഗതികൾ, പഴയ കാലത്തെ ഈ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കണ്ടിട്ടുണ്ടോ? പഴയ കാലത്തെ എങ്ങനെയായിരിക്കുക? പഴയ കാലത്തെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ പേരൻസിന്റെയോ അല്ലെ അങ്ങനെയുള്ള ആരുടെയോ കണ്ടിട്ടുണ്ടോ? അറിയാം. ബുക്ക് പോലെ എന്നുള്ളതല്ല. നല്ല യൂണിവേഴ്സിറ്റി ഒക്കെ ആണെങ്കിൽ ഒരു സ്വർണം കൊണ്ടുള്ള ഒരു സാധനം സൈഡിലൊക്കെ ഇങ്ങനെ ഉണ്ടാവും. ആ ബോർഡർ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ ഒരു ഫ്രെയിം ഉണ്ടാവും ഗോൾഡ് കൊണ്ടുള്ള. അപ്പൊ ഈ സെക്യൂരിറ്റീസിലും എന്തുണ്ടായിരുന്നു? അങ്ങനെ ഗോൾഡ് കൊണ്ടുള്ള ഒരു ഫ്രെയിം ഉണ്ടാവുമായിരുന്നു നേരത്തെ. ഇപ്പോഴത്തെ ഗവൺമെന്റ് സെക്യൂരിറ്റീസിലൊന്നും ഇല്ല. അങ്ങനെയാണത് ഗിൽറ്റ് എഡ്ജ്ഡ്. ഈ ഗിൽറ്റ് എന്ന് വെച്ചാൽ തിളങ്ങുന്ന ഒരു സാധനം ഇല്ലേ, ഒരു ഗോൾഡ് പോലത്തെ ഒരു സാധനം, സിൽവർ ഗോൾഡ് പോലെ. അപ്പൊ അതുള്ളത് കൊണ്ടാണ് അത് ഗിൽറ്റ് എഡ്ജ്ഡ് ഇൻസ്ട്രുമെന്റ് എന്ന് അറിയപ്പെട്ട അതിന് കാരണം. ഗവൺമെന്റ് സെക്യൂരിറ്റീസിന്റെ പ്രൈസസിനെ എന്തൊക്കെയാണ് അഫക്ട് ചെയ്യുന്നത്? ഒന്ന്, ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ദ സെക്യൂരിറ്റീസ്. ഇപ്പൊ ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പൊ കുറവാണ് പൊതുവെ. അപ്പൊ സെക്യൂരിറ്റീസിനും വലിയ റിട്ടേൺ കൊടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ബാങ്ക് FD-യെക്കാളും ഒക്കെ ഒരു 0.5% അല്ലെങ്കിൽ 1% കൂടുതലൊക്കെയാണ് നോർമലി സെക്യൂരിറ്റീസിൽ അവർ കൊടുക്കുന്നത്. പിന്നെ ലിക്വിഡിറ്റി, ഇൻഫ്ലേഷൻ, ഇതൊക്കെ തന്നെ അഫക്ട് ചെയ്യും. ഫോറിൻ എക്സ്ചേഞ്ച്, ക്രെഡിറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ്, ഇതിന്റെ ഡെവലപ്മെന്റ് ഒക്കെ അഫക്ട് ചെയ്യും. പിന്നെ US ട്രഷറീസ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ബോണ്ട് മാർക്കറ്റ്, അതിലെ ഡെവലപ്മെന്റ്സ് അഫക്ട് ചെയ്യും. RBIയുടെ പോളിസി ചേഞ്ചസ്, റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ, CRR, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, ഇതൊക്കെ ബേസിക് ടേംസ് ആണ്. റിപ്പോ റേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? റിപ്പോ ആൻഡ് റിവേഴ്സ് റിപ്പോ. റിപ്പോ റേറ്റ് എന്താണ്? ഇപ്പൊ പച്ചവെള്ളം പോലെ പറയണം. പ്രിലിം എഴുതാൻ പോകുന്നവരാണ്. പറയൂ. ബാങ്ക്സ് RBI കൊടുക്കുന്ന റേറ്റ്, അല്ലെങ്കിൽ RBI ബാങ്കിന് പണം കടം കൊടുക്കുമ്പോൾ ഈടാക്കുന്ന റേറ്റ്. റിവേഴ്സ് റിപ്പോയോ? നേരെ ഓപ്പോസിറ്റ് വരും. പറയുക ബാക്കിയുള്ള ഒരു ക്ലാരിറ്റിയോടെ. ഇതൊക്കെ ബേസിക്സ് ആണ്. ഇതൊക്കെ പച്ചവെള്ളം പോലെ
പറയണം തിരിച്ച്. അപ്പം ഈ റിപ്പോ റേറ്റ് പലപ്പോഴും ഇൻട്രസ്റ്റ് റേറ്റിനെ സാധിക്കും. അതുപോലെ CRR SLR, ക്യാഷ് റിസർവ് റേഷ്യോ അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. ഇതെന്താന്ന് ചോദിച്ചാൽ UPSC ചോദിക്കുന്ന ഈ പ്രിലിം ക്വസ്റ്റ്യൻ ഇത്രയൊക്കെ സ്റ്റാൻഡേർഡേ ഉള്ളൂ കേട്ടോ. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വലിയ സംഭവങ്ങളൊന്നും അല്ല ഈ എക്കണോമിന്ന് അവർ ചോദിക്കുന്നത്. ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് വെച്ചാൽ 100 രൂപ ഒരു കസ്റ്റമറുടെ ബാങ്ക് ഡിപ്പോസിറ്റ് വാങ്ങിയാൽ ആ 100 രൂപയിൽ ഏതാണ്ട് 30 രൂപ CRR SLR ആയിട്ട്, അതായത് ക്യാഷ് ആയിട്ട് അവരുടെ വാളറ്റിൽ ക്യാഷ് ആയിട്ട് വെക്കണം. അതാണ് ക്യാഷ് റിസർവ് റേഷ്യോ. SLR എന്ന് വെച്ചാൽ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ പറയുന്നത് അവർക്ക് ബോണ്ട് ആയിട്ട് വെക്കാം, ഗോൾഡ് ആയിട്ട് വെക്കാം, അവരുടെ ഓൺ വാളറ്റിൽ സൂക്ഷിച്ചാൽ മതി. CRR റിസർവ് ബാങ്കിന്റെ അടുത്താണ് വെക്കുന്നത്. എന്ത് കാര്യത്തിനാണ്? കസ്റ്റമറുടെ പണത്തിനും ഒരു സുരക്ഷിതത്വം കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു ഏർപ്പാട് ചെയ്യുന്നത്. അപ്പൊ ഈ CRR റേഷ്യോ ചിലപ്പോൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും. റേറ്റ് കുറച്ചാൽ ഇപ്പൊ എന്റെ ചോദ്യം എങ്ങനെയാണ് വരുന്നത്? CRR റേറ്റ് റിസർവ് ബാങ്ക് കുറയ്ക്കുകയാണെന്ന് വിചാരിക്കുക, ക്യാഷ് റിസർവ് റേഷ്യോ കുറയ്ക്കുകയാണെന്ന് വെക്കുക. അങ്ങനെ വന്നാൽ മാർക്കറ്റിൽ മണി അല്ലെ ലിക്വിഡിറ്റി കൂടുമോ കുറയുമോ? കൂടും. എങ്ങനെ കൂടും? കൂടുതൽ അവർക്ക് ലോൺ കൊടുക്കാൻ പറ്റും. നേരത്തെ 30 രൂപയാണ് CRR SLR ആയിട്ട് വെച്ചതെങ്കിൽ റേറ്റ് കുറവ് വന്നപ്പോൾ 25 വന്നുള്ളൂ. 100 രൂപ വാങ്ങിച്ചാൽ 75 രൂപ കൊടുക്കാം. നേരത്തെ 70 രൂപയെ കൊടുക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇൻട്രസ്റ്റ് റേറ്റ് എന്താ സംഭവിക്കും? ഇൻട്രസ്റ്റ് റേറ്റിന് എന്ത് സംഭവിക്കും? ഇൻട്രസ്റ്റ് റേറ്റ് പിന്നെ പല ഫാക്ടേഴ്സിനെ അപേക്ഷിച്ച ലിക്വിഡിറ്റിയിൽ ആണ് ഈ കാര്യം വന്നത്. അതുപോലെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ലിക്വിഡിറ്റി കൺട്രോൾ ചെയ്യും. ഓവർ മണി മാർക്കറ്റിലുണ്ടെങ്കിൽ അതിനെ സക്ക് ചെയ്യാൻ വേണ്ടി, മണി കുറവാണ് മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ യൂസ് ചെയ്യുന്നത്. നമ്മുടെ കഴിഞ്ഞ മാഗസിനിലും ഉണ്ടായിരുന്നു അല്ലെ, അതിൽ എഴുതിയ ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനിൽ ഉണ്ടായിരുന്നു. അപ്പം 20,000 കോടി രൂപയാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷന് വേണ്ടി ഫെബ്രുവരിയിൽ വന്നത്. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനിൽ വരുന്നത് സെയിൽ ആൻഡ് പർച്ചേസ് ഓഫ് ഗവൺമെന്റ് സെക്യൂരിറ്റീസും ട്രഷറി ബില്ലുമാണ്. ഇത് സെൻട്രൽ ബാങ്കാണ് ചെയ്യുന്നത്. ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ഈ സെക്യൂരിറ്റീസ് സെല് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? മണി സക്ക് ചെയ്യാൻ പറ്റുമോ? സെക്യൂരിറ്റീസ് സെല് ചെയ്യുമ്പോൾ പറ്റുമോ? എങ്ങനെ സക്ക് ചെയ്യും? സെല് ചെയ്യുമ്പോ ആൾക്കാർ കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് സെക്യൂരിറ്റീസ് വാങ്ങിക്കും. നിങ്ങൾ ലോജിക്കലി തിങ്ക് ചെയ്യണം. എക്കണോമിക്സ് ലോജിക്കലി തിങ്ക് ചെയ്താൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. അല്ലാതെ ഇത് വലിയ സംഗതികളൊന്നുമല്ല. അതായത് ആ ലോജിക്കൽ തിങ്കിങ് ഇല്ലെങ്കിൽ എക്കണോമിക്സ് മനസ്സിലാവത്തുമില്ല. സെക്യൂരിറ്റീസ് ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ മാർക്കറ്റിൽ ഒത്തിരി കാശുണ്ട്, ആളുകൾ കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് വാങ്ങിക്കും. അപ്പം മാർക്കറ്റിലെ മണി കുറയും. ഇനി മാർക്കറ്റിൽ കാശില്ലെങ്കിൽ എന്ത് ചെയ്യും? ഗവൺമെന്റ് തിരിച്ചു വാങ്ങിക്കും. അപ്പൊ എന്ത് സംഭവിക്കും? മാർക്കറ്റില് പൈസ കൂടുവോ? കൂടും. ഇതൊരു മോണിറ്ററി പോളിസി ടൂൾസ് ആണ് കേട്ടോ. ഇത്രയും മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഇതൊക്കെ എക്കണോമിക് ക്ലാസ്സിൽ എടുക്കുന്നതാണ്. ഞാൻ പിന്നെ ജസ്റ്റ് കറണ്ട് അഫയേഴ്സ് പറഞ്ഞു പോകുമ്പോഴും ഈ ആശയങ്ങൾ ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ. പെമോ എന്ന് പറഞ്ഞാൽ എന്താണ്? OMOs തന്നെ 2 തടവുണ്ട് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. ഒന്ന് പെമോ, ഔട്ട്റൈറ്റ് പർച്ചേസ്. This is a permanent and involves the outright selling or buying of government securities. Repo, repurchase agreement. It is a short term and are subject to repurchase. Promissory note എന്ന് വെച്ചാൽ എന്താണ്? Participatory notes എന്ന് വെച്ചാൽ എന്താണ്? Participatory notes of overseas derivative instruments have a tendency to raise the hackles of the regulators. Outstanding participatory notes hitting a 31-month high in November is likely to have caused considerable consternation. What are participatory notes? Participatory notes or P notes are financial instruments issued by a registered foreign institutional investor to an overseas investor who wishes to invest in Indian stock market without registering themselves with the market regulator, the Securities Exchange Board of India. അപ്പോൾ പാർട്ടിസിപ്പേറ്ററി നോട്ട് എന്ന് വെച്ചാൽ ഒരു വിദേശത്തുള്ള 2 തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് വരിക. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഉണ്ട്, ഫോറിൻ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റർ ഉണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഫോറിൻ കമ്പനി അവർക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ഒരു ഇൻവെസ്റ്റർക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം.
അവർക്ക് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമില്ല. എന്ന് വെച്ചാൽ പ്രൊസീജിയർ സിംപ്ലിഫൈ ചെയ്യുകയാണ്. പകരം എന്ത് ചെയ്യാം, അവർക്ക് ഈ പാർട്ടിസിപ്പേറ്ററി നോട്ട് ഉപയോഗിച്ച് സ്റ്റോക്സ് വാങ്ങാനും ഒക്കെ സാധിക്കും. പാർട്ടിസിപ്പേറ്ററി നോട്ട്സ് ആർ ഓഫ് ഷോർ ഡെറിവേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ്സ് വിത്ത് equity shares or debt securities as underlying assets. അപ്പോൾ അവർക്ക് ആ പൈസ investors as they can transfer the ownership by endorsement and delivery. എൻഡോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം? എൻഡോഴ്സ്മെന്റ് എന്ന് വെച്ചാൽ അറിയാം, എൻഡോഴ്സ് ചെയ്യുക, കേട്ടിട്ടുണ്ടോ? അതും ഒരു അല്ല, എൻഡോഴ്സ് ചെയ്യുക എന്ന് വെച്ചാല് നമ്മുടെ പേരിലുള്ള ഒരു ഇൻസ്ട്രുമെന്റ് നമ്മൾ മറ്റൊരാളുടെ പേരിലേക്ക് മാറ്റി കൊടുക്കുക. ഇപ്പൊ ഈ ലൈഫ് ഇൻഷുറൻസ് പോളിസീസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് എൻഡോഴ്സ് ചെയ്ത് കൊടുക്കാൻ പറ്റും. എൻഡോഴ്സ്മെന്റ് നമുക്കത് മറ്റൊരാളുടെ പേരിലേക്ക് വേണേ അതിന്റെ റൈറ്റ്സ് വേണമെങ്കിൽ മാറ്റി കൊടുക്കാൻ, ട്രാൻസ്ഫർ ഒക്കെ, അതിൽ പിന്നെ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്താൻ പറ്റും. സപ്പോസ് എന്തെങ്കിലും കോൺട്രാക്റ്റിൽ, ബേസിക് കോൺട്രാക്റ്റിൽ നമ്മൾ എൻഡോഴ്സ്മെന്റ് വഴിയാണ് ചേഞ്ചസ് ഒക്കെ ഉണ്ടാക്കുന്നത്. 114ാമത്തെ ടോപ്പിക്, ഗവൺമെന്റ് ടു റിവ്യൂ ആന്റി ഡംപിംഗ് ഡ്യൂട്ടി ഓൺ ചൈനീസ് സ്റ്റീൽ പ്രൊഡക്ട്സ്. ഗവൺമെന്റ് എന്ത് ചെയ്യാൻ പോവാണ്? ആന്റി ഡംപിംഗ് ഡ്യൂട്ടി ഏർപ്പെടുത്തി സ്റ്റീൽ പ്രൊഡക്ട്സിൽ. അതെന്തിനു വേണ്ടിയിട്ടാണ്? പലപ്പോഴും ഈ ആന്റി ഡംപിംഗ് ഡ്യൂട്ടീസ് ഏർപ്പെടുന്നത് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയെ സപ്പോർട്ട് ചെയ്യാനാണ്. ഇത് ചൈനയിൽ എന്താ പ്രത്യേകത എന്താണ്? ചീപ്പായിട്ട് കിട്ടും, പക്ഷെ ക്വാളിറ്റി ഉണ്ടോ? ഇല്ല. അപ്പം ഒരു ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തിയിട്ട് അതിൽ മാറ്റം വരുത്തുന്നു. ഇന്ത്യ ഔട്ട് ഓഫ് റിസഷൻ. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് പറയുന്നത് എക്കോണമി ഈസ് ഔട്ട് ഓഫ് റിസഷൻ ബട്ട് സ്റ്റിൽ എ ലോങ് വേ ഫ്രം റിട്ടേണിംഗ് ടു റേറ്റ്സ് ഓഫ് ഗ്രോത്ത് എന്നാണ് പറയുന്നത്. ഏഷ്യയിലെ 3rd ലാർജസ്റ്റ് എക്കണോമിയാണ് ഇന്ത്യയുടെ. നിങ്ങൾ വളരെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് പഠിച്ചു പോകും കേട്ടോ. ഇതൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള സംഗതികളല്ല. പ്രത്യേകിച്ചും എക്കണോമി ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ടോപ്പിക്കേ അല്ല. നിങ്ങൾ മൈൻഡ് ഓപ്പൺ ചെയ്യുക, ബേസിക് കോൺസെപ്റ്റ് മനസ്സിലാക്കി പോയാൽ മനസ്സിലാക്കുക. പിന്നെ ഈ ടേം അറിയാതെ നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാവത്തില്ല. അപ്പൊ ടേം റിസഷൻ എന്ന് വെച്ചാൽ എന്താണ്? സാമ്പത്തിക മാന്ദ്യം. മലയാളം റിസഷന്റെ മലയാളം സാമ്പത്തിക മാന്ദ്യം. അപ്പൊ സാമ്പത്തിക മാന്ദ്യം കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ ഉത്തേജക പാക്കേജുകളൊക്കെ ഗവൺമെന്റ് കൊണ്ടുവരുന്നത്. കീ ടേക്ക് അവേസ് ഫ്രം Q3 GDP ഡാറ്റ: മാനുഫാക്ചറിംഗ് റിവൈവൽ, അഗ്രികൾച്ചറൽ ഗ്രോത്ത് ആക്സിലറേറ്റ്സ്, ഫിനാൻഷ്യൽ റിയൽ എസ്റ്റേറ്റ് സെക്ടേഴ്സ് റീബൗണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ഡിമാൻഡ് റൈസസ്. വിവാദ് സേ വിശ്വാസ് സ്കീം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്കീമാണ്. ഇത് പ്രകാരം എന്ത് ചെയ്യാം? നമുക്ക് ടാക്സ് ഡിസ്പ്യൂട്ട് ഒക്കെ ഉണ്ടെന്ന് വെച്ചോ ഗവൺമെന്റുമായിട്ട്, നമുക്കിത് പ്രകാരം ഡിക്ലറേഷൻ കൊടുക്കാൻ പറ്റും. Significance of the scheme: it should not be noted that the response of the scheme gained significance given earlier scheme like Kar Vivad Samdhan scheme. നമുക്കൊരു 3-4 വർഷത്തെ ടാക്സ് ഒക്കെ അടയ്ക്കാനുണ്ട്, അവര് പെനാൽറ്റി ഒന്നും ഇല്ലാതെ അടയ്ക്കാനുള്ള ഓപ്ഷൻ ഒക്കെ ചെയ്തു തരും. അങ്ങനെ അവർ കൊണ്ടുവരുന്ന സ്കീമുകളാണ്. ഈ തവണത്തെ ബജറ്റിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു, അത് പേപ്പർലെസ് ബജറ്റ് ആയിരുന്നു. വാട്ട് ഈസ് എ ബജറ്റ് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ബജറ്റും എക്കണോമിക് സർവേയും ഒക്കെ എടുക്കുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് അത് നിങ്ങളെ പഠിപ്പിക്കും. ഇത് ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത്? ആർട്ടിക്കിൾ 112. ക്ലാരിറ്റി ഉണ്ടാവുക, ഓരോ ടേംസിലും ക്ലാരിറ്റി ഉണ്ടാക്കുക. ഓരോ ആശയവും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഞാൻ അതുകൊണ്ട് തന്നെ കൂടുതൽ അഡീഷണൽ ടൈം യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾ ഒരു വായിച്ചാൽ പോകുന്ന അത്രയും സമയം മാത്രമേ നമ്മൾ ഈ ക്ലാസ്സിലും എടുക്കുന്നുള്ളൂ. അപ്പോൾ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നാണ് ടെക്നിക്കലി ബജറ്റിന് പറയുന്നത് കേട്ടോ. ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നാണ് ബജറ്റ് അറിയുന്നത്. എനിക്ക് കുറച്ച് വെള്ളം തരൂ. ഓക്കെ. അപ്പോൾ അടുത്തത്, it is a statement of the estimated receipts and expenditure of the government in a financial year. വരവിന്റെയും ചെലവിന്റെയും ആകെത്തുകയാണ്. ബജറ്റിൽ എന്തൊക്കെ ഉണ്ടാവും? എസ്റ്റിമേറ്റ്സ് ഓഫ് റവന്യൂ ആൻഡ് ക്യാപിറ്റൽ റെസിപ്റ്റ്സ്, വേസ് ആൻഡ് മീൻസ് ടു റൈസ് ദ റവന്യൂ, എസ്റ്റിമേറ്റ്സ് ഓഫ് എക്സ്പെൻഡിച്ചർ, ഡീറ്റെയിൽസ് ഓഫ് ദ ആക്ച്വൽ റെസിപ്റ്റ്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ. ഇതെല്ലാം അതിനകത്ത് ഉണ്ടാവും. അതുപോലെ എന്താണ്? എക്കണോമിക് ആൻഡ് ഫിനാൻഷ്യൽ പോളിസി ഓഫ് ദ കമ്മിങ് ഇയർ, അതും ഇതിൽ വരും. ബജറ്റ് ഗോസ് ത്രൂ 6 stages: presentation of the budget, general discussion, scrutiny by departmental committees, voting on demands for grants, passing of appropriation bill, passing of finance bill. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്.
National Agricultural Market, NAM. More than 1.69 crore farmers and 1.5 lakh traders are registered NAM platform. NAM നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പ്ലാറ്റ്ഫോമാണ്. NAMന്റെ പ്രത്യേകത എന്താണ്? ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ അഗ്രി റിലേറ്റഡ് ആയിട്ടുള്ള പല ചോദ്യത്തിലും നിങ്ങൾക്ക് കോട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഞാൻ നേരത്തെ ഇതെടുത്തപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഗുണം എന്ന് വെച്ചാൽ എന്താണ്? NAM, നാഷണൽ അഗ്രികൾച്ചറൽ മാർക്കറ്റ്, ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം. ഇപ്പൊ ചേമ്പ് വിൽക്കുന്നു, കോട്ടയത്തുള്ള ഒരു കർഷകൻ ചേമ്പ് വിൽക്കുന്നു, അതൊക്കെ ഈ പോട്ടെ കൂടെ വിൽക്കാം. ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയ ബിസിനസ്സുകളിൽ ഒന്നാണ് എന്താണ്? ഈ വിത്തുകൾ വിൽക്കുക. നമ്മൾ ഇവിടെയൊക്കെ വെറുതെ എടുത്ത് കളയുന്ന വിത്ത് ഒരു പാക്കറ്റിലാക്കി വിറ്റാൽ എത്ര രൂപ കിട്ടും എന്നറിയാം? എത്ര രൂപ കിട്ടും? ബദാമിൻ്റെതടക്കം ഓരോന്നിൻ്റെയൊക്കെ വില നിങ്ങൾ നോക്കണം. ചുമ്മാ നിങ്ങൾക്ക് എന്തെല്ലാം ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത വിത്തുകൾ ചെയ്യാം. ഇപ്പൊ ചില സീഡ്സ് നമ്മളൊക്കെ വെറുതെ വീട്ടിൽ കളയുന്നതാണ്. അതൊക്കെ ഈ കർഷകന് അത് വിൽക്കാൻ പറ്റും. ഞാൻ കഴിഞ്ഞ ദിവസം ഞാനൊരു പബ്ലിക് മീറ്റിങ്ങിന് പോയി. അപ്പൊ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്ത വ്യക്തി അദ്ദേഹം തിരുവനന്തപുരം ക്രൈസ്റ്റ് സ്കൂളിന്റെ പ്രിൻസിപ്പലായിരുന്നു. അപ്പൊ അദ്ദേഹം പറയാം, അദ്ദേഹം വിദ്യാർത്ഥികളോട് പറഞ്ഞ കാര്യം, നിങ്ങൾ വലിയ വലിയ സംഭവങ്ങളല്ല ചെയ്യുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നിട്ട് പറഞ്ഞു, കുട്ടനാട്ടിലൊരു പയ്യൻ, അവൻ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്, അതൊരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇറങ്ങിയത്. അവനൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങി. അവൻ എന്താ ചെയ്യുന്നതെന്നറിയാം? എന്താ വിൽക്കുന്നതെന്നറിയാം? കുട്ടനാട്ടിലെ കച്ചി, ഹേ അല്ലെ, കച്ചി വിൽക്കുക ഓൺലൈനിൽ കൂടെ. അപ്പൊ ഇത്തരം പ്ലാറ്റ്ഫോംസ് ഒക്കെ വരുന്നതുകൊണ്ടുള്ള ഗുണം എന്താണ്? ഇതുകൊണ്ടുള്ള ഗുണം എന്താ? നമ്പർ നോക്കൂ, 1.69 കോടി ഫാർമേഴ്സ് രജിസ്റ്റർ ചെയ്തു. 1.55 ലക്ഷം. കച്ചി എന്ന് വെച്ചാൽ നെല്ല് മെതിച്ച് കിട്ടുന്ന സംഗതിയില്ലേ, നെല്ല്, വൈക്കോല്. അതെ. അപ്പൊ ഞാൻ പറഞ്ഞത് എത്ര വലിയൊരു പോസിബിലിറ്റിയാണ് ഇതൊക്കെ. NAM ഒക്കെ നിങ്ങൾക്ക് മെയിൻസിന്റെ ആൻസറിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് കോട്ട് ചെയ്യേണ്ടതാണ്. അഗ്രി റിലേറ്റഡ് ആയിട്ടുള്ള ഗവൺമെന്റ് ഒരു വമ്പൻ പ്രൊജക്റ്റ് ആണ്, വലിയ പ്രൊജക്റ്റ് ആണ്. അപ്പൊ ഫാർമേഴ്സിന് എന്താ ഗുണം? അവർക്ക് സെയിൽ ചെയ്യാം. ഇപ്പൊ എന്നോട് ഇവിടെ ആരോ ഒരാൾ പറഞ്ഞു, ഈ മഹാരാഷ്ട്രയിലൊക്കെ 25 രൂപ 30 രൂപയ്ക്ക് കിട്ടുന്ന പയറാണ് കേരളത്തിൽ വരുമ്പോൾ 80 രൂപ 90 രൂപയാവുന്നത്. അപ്പൊ തന്നെ ഇരട്ടിയിലധികം വിലയ്ക്കാണ് ഇവിടെ വരുന്നത്. അപ്പോ കേരളത്തിലുള്ള ഒരു കച്ചവടക്കാരന്, ഇപ്പൊ ഒരു പലചരക്ക് കച്ചവടക്കാരന് മഹാരാഷ്ട്രയിൽ നിന്ന് ഇത് നേരിട്ട് വാങ്ങിക്കാൻ പറ്റുമോ? NAM ഉള്ളപ്പോ പറ്റുമോ? ഇപ്പൊ ഈ ഡെലിവറി പോലുള്ള കൊറിയർ സർവീസുകളൊക്കെ ഉണ്ട്, വളരെ ചീപ്പാ. ഒരു 5 പാക്കറ്റ് മഹാരാഷ്ട്രയിൽ നിന്ന് ഇവിടെ വരുന്ന മാക്സിമം ഒരു പാക്കറ്റിന് 200 രൂപയോല്ലോ, അത്രേ ആവത്തുള്ളൂ. അപ്പൊ ഞാൻ NAM ഇപ്പൊ ഞാൻ ഡൗൺലോഡ് ചെയ്യുക എന്റെ ഫോണിൽ, ജസ്റ്റ് എന്താ സംഭവം എന്നൊന്നും അറിയാമല്ലോ. അപ്പൊ ഇത്തരം സ്കീംസ് കർഷകർക്ക് ഗുണകരമാണ്. ലോക്കൽ ട്രേഡർക്ക് എന്താ ഗുണം? ഒരു ലാർജർ നാഷണൽ മാർക്കറ്റിലേക്കുള്ള ഒരു ആക്സസ് ഉണ്ട്. ആണോ? വലിയൊരു സാധ്യതയല്ലേ ഇത്? അപ്പോ ബൾക്ക് ബയേഴ്സിന് എന്താ ഗുണം? മറ്റേത് നമ്മുടെ ഈ ഇന്ത്യയിലെ കർഷകർക്ക് കാശ് കിട്ടാത്തതിനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താ? നിങ്ങളെ ലോജിക്ക് മനസ്സിലാക്കുക. എന്താ കർഷകർക്ക് കാശ് കിട്ടാത്ത? ഇന്റർമീഡിയറീസ്. ഈയിടെ ഞാൻ കോഴിക്കോടുള്ള ഒരു കർഷകൻ പറയുന്നത് കേട്ടു, അയാൾക്ക് വയനാട്ടിൽ തോട്ടമുണ്ട്. വയനാട്ടിലെ ഈ വാഴക്കൊല വിൽക്കുന്നത് കോഴിക്കോട് മാർക്കറ്റിലാണ് വിൽക്കുന്നത്. അപ്പൊ ഈ ഇടനിലക്കാരന്റെ കയ്യിൽ ഇത് ഒറ്റ ദിവസം ഇരിക്കുന്നു. ഈ കർഷകനാണ് ഇതിന് വളം കൊടുത്ത് വെള്ളം കൊടുത്ത് തൊഴിലാളികളെ നിർത്തിയെടുക്കുന്ന അയാൾക്ക് കിട്ടുന്നതിന്റെ ഏതാണ്ട് ഇരട്ടി വിലയാണ് ഒറ്റ ദിവസം കൊണ്ട് ഇടനിലക്കാരനുണ്ടാക്കുന്നത്. ഇത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇടനിലക്കാരൻ ഇത് ഒറ്റ ദിവസം ഹാൻഡിൽ ചെയ്യത്തുള്ളൂ. വയനാട്ടിൽ നിന്ന് ഒരു ദിവസം, നെക്സ്റ്റ് ഡേ കോഴിക്കോട് മാർക്കറ്റിൽ വിൽക്കുകയാണ്. ഈ 25 രൂപയ്ക്ക് വിൽക്കുന്ന സാധനമാണ് അയാൾ അത് 50 രൂപയ്ക്ക് അവിടെ കൊടുക്കുക. അപ്പൊ ഇങ്ങനത്തെയുള്ള സംഗതികൾ വരുമ്പോ എന്താ ഗുണം എന്താണ്? കർഷകന് നല്ല വില കിട്ടും, ന്യായവില കിട്ടും. ആണോ? വി ക്യാൻ റെഡ്യൂസ് ദ ഇന്റർമീഡിയേഷൻ കോസ്റ്റ്. അത് നിങ്ങൾ ആഡ് ചെയ്യുക, ആൻസറിൽ കൊണ്ടുവരും. പറ്റുവാണെങ്കിൽ NAM ഒക്കെ ആപ്പൊക്കെ ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ടോ. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും ഇങ്ങനെ ഒരു സ്കീമൊക്കെ ഉണ്ടെന്നൊക്കെ. ദാറ്റ് ഈസ് ഓൾസോ എ ഗുഡ് തിങ്. നല്ല അടിപൊളി ആപ്പാണ്. യെസ്. അടുത്ത എന്താണ്?
അപ്പനെ ഭാഷാ ദൂനിയ മലയാളത്തിലും ഉണ്ട് കേട്ടോ. ആസാം ചഹ് ബാഹിച്ചാർ ദാൻ പുരസ്കാർ മേല സ്കീം. Okay. Chak Bahija Dan Puraskar Mela set to be held in Guwahati. ആസാം ഗവൺമെന്റ് 2017-18 തുടങ്ങിയതാണ്. ഈ ടീ ഗാർഡൻ ഏരിയയിലുള്ള ആളുകളോട് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യിക്കുക, അതിനവരെ പ്രൊമോട്ട് ചെയ്യാണ് ഇതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയും. അപ്പൊ ആദ്യം ഇവർക്ക് എത്ര രൂപ കൊടുക്കും? 2500 രൂപ ബാങ്ക് അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കും. അപ്പൊ അക്കൗണ്ടൊക്കെ കൂടുതൽ ആളുകൾ ഓപ്പൺ ചെയ്യാൻ ഇത് കാരണമാകുമോ? ഇന്ത്യയാണ് ഗ്ലോബൽ ടീ എക്സ്പോർട്ടിന്റെ 14% കൊണ്ടുപോകുന്നത്. അതുപോലെ 20% ടീ ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്യുന്ന എക്സ്പോർട്ട് ചെയ്യുകയാണ്. ഇന്ത്യ ലാർജസ്റ്റ് ടീ കൺസ്യൂമറും കൂടിയാണ്. സെക്കൻഡ് ലാർജസ്റ്റ് ടീ പ്രൊഡ്യൂസറാണ്. അപ്പൊ ഫസ്റ്റ് പ്രൊഡ്യൂസർ ആരാ? ടീ ആരാണ്? ചൈനയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കറണ്ട് അഫയേഴ്സിൽ 4th ലാർജസ്റ്റ് എക്സ്പോർട്ടഡ് ഓഫ് ടീ ഇൻ ദ വേൾഡ്. ആ പോയിന്റ്സ് ഒക്കെ ഓർത്തിരുന്നു. ആസാം, ഡാർജിലിംഗ്, നീലഗിരി, തരായ് ഏരിയ ഇവിടെയാണ് പ്രധാനമായിട്ട് ഉണ്ടാകുന്നത്. ഈ ടെമ്പറേച്ചർ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഏത് ക്രോപ്പും ഉണ്ടാവുന്ന, പ്രത്യേകിച്ചും മേജർ ക്രോപ്സ് ഉണ്ടാവുന്ന ടെമ്പറേച്ചർ നിങ്ങൾ നന്നായിട്ട് പഠിച്ചോണം. കഴിഞ്ഞ തവണ വന്ന ക്വസ്റ്റ്യൻ കോട്ടൺ ഉണ്ടാവുന്നതായിരുന്നു, മണ്ണ്, അതുപോലെ നെല്ല്. ഇതൊരു പാറ്റേൺ നോക്കിയാൽ UPSC കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് ഓരോ വർഷവും ഒരു ചോദ്യം റൈസിന്റെ ചോദിച്ചു, പിന്നെ കോട്ടന്റെ ചോദിച്ചു. അങ്ങനെ ഓരോ വർഷവും ഈ ടെമ്പറേച്ചർ, മണ്ണ്, റെയിൻഫോള് ഇത് ഓപ്ഷൻ ഇട്ടിട്ട് ഇത് ഏത് ക്രോപ്പാന്നുള്ള ചോദ്യം ചോദിക്കുന്നത്. ടീക്ക് വേണ്ടത് 20 to 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. മൂന്നാറിലെ ഒരു ടെമ്പറേച്ചർ ഒക്കെ നോക്കി ഏകദേശം ആ ടെമ്പറേച്ചർ ആണ് വരുന്നത് അല്ലേ. റെയിൻഫോള് 150 to 300 സെന്റിമീറ്റർ. സോയിലോ അസിഡിക് സോയിലാണ് വേണ്ടത്, വിത്ത് എ പോറസ് സബ്സോയിൽ വിച്ച് പെർമിറ്റ്സ് എ പ്രീ പെർക്കുലേഷൻ ഓഫ് വാട്ടർ. അടുത്ത വേൾഡ് പൾസസ് ഡേ ആണ്. അതൊരു ഗ്ലോബൽ ഫുഡായിട്ട് എങ്ങനെ പൾസസ് മാറ്റാം. ബുർക്കിനോ ഫാസോ പ്രപ്പോസ് ദ ഒബ്സർവൻസ് ഓഫ് വേൾഡ് പൾസസ് ഡേ. ഇറ്റ്സ് എ ലാൻഡ് ലോക്ഡ് കൺട്രി കേട്ടോ. അങ്ങനെയും ചോദ്യം വരാം. ലാൻഡ് ലോക്ഡ് ആണോ അല്ലയോ എന്നൊക്കെ എങ്ങനെ അറിയും? എവിടെ നോക്കിയാൽ മതി? ആഫ്രിക്കൻ കൺട്രീസിന്റെ പ്രത്യേകത മിക്കവാറും നിങ്ങൾ നോക്കുമ്പോ അപ്പൊ ലാൻഡ് ആഫ്രിക്കൻ കൺട്രീസ് എല്ലാം സ്ക്വയർ ഒക്കെ ആയിട്ടായിരിക്കുന്നത് മാപ്പില്, ആണോ? എന്താ കാര്യം? റീസൺ എന്താണെന്നറിയോ? അതിനെ ഡിവൈഡ് ചെയ്തത് ലാറ്റിറ്റ്യൂഡ് ഒക്കെ വെച്ചിട്ടാണ്. അതെ അതെ, ബ്രിട്ടീഷുകാര് ഒക്കെ അവരൊരു കേക്ക് മുറിക്കുന്ന പോലെയാണ് മുറിച്ച് വെച്ചേക്കുന്നത്. ബിഗസ്റ്റ് പ്രൊഡ്യൂസർ ആൻഡ് കൺസ്യൂമർ ഓഫ് ദ പൾസസ് ഇന്ത്യ കേട്ടോ. സോയിൽ ഹെൽത്ത് കാർഡ് സ്കീം ഇത് 32 സ്റ്റേറ്റ്സ് ഇംപ്ലിമെന്റ് ചെയ്യുക. 32 സ്റ്റേറ്റ്സ് ആൻഡ് UTS. നമുക്ക് 32 സ്റ്റേറ്റ് ഇല്ലല്ലോ, അപ്പൊ UTS ഉൾപ്പെടെ. സോയിൽ ഹെൽത്ത് കാർഡിന് ഗുണം എന്താ? നമുക്ക് നമ്മുടെ മണ്ണിൽ എന്തുണ്ട് എന്ന് മനസ്സിലാക്കി നമുക്ക് കൃഷി ചെയ്യാം. പിന്നെ നമ്മൾ വളമിടുമ്പോൾ നമ്മൾ പൊതുവെ ഇടുന്ന വളം എന്ന് വെച്ചാൽ മണ്ണിൽ ഓൾറെഡി ഉള്ളതും ചിലപ്പോൾ നമ്മൾ ഇടും. അങ്ങനെ ഇടേണ്ട കാര്യമുണ്ടോ? കുറവ് ഏതാണോ അതിട്ടാ പോലെ. ഇപ്പൊ കൃത്യമായിട്ട് സയന്റിഫിക് ആയിട്ട് കൃഷി ചെയ്യാൻ പറ്റും. അപ്പൊ അത് നിങ്ങൾക്ക് ഒരു സ്കീമായിട്ട് ഇവിടെ കൊണ്ടുവരാം. മെയിൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ സോയിൽ ഹെൽത്ത് കാർഡ് സ്കീം ഉണ്ട്. ഗോവർദ്ധൻ സ്കീം മിനിസ്ട്രി ഓഫ് ജലശക്തിയാണ് കൊണ്ടുവരുന്നത്. 1 ലക്ഷം രൂപ, 1 ലക്ഷം കോടി ഇതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുക. ഓർഗാനിക് ബയോ അഗ്രോ റിസോഴ്സസ് ധൻ ഗോബർധൻ സ്കീം സ്വച്ഛ് ഭാരത് മിഷന്റെ സ്കീമാണ്. ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് നമ്മൾ എന്താക്കി മാറ്റും? കംപ്രസ്ഡ് ബയോഗ്യാസ് ആക്കി മാറ്റും. സോ ദേ വിൽ ഗെറ്റ് മണി. പ്രധാനമന്ത്രി ഫസൽ ഭീമ യോജന ഇതൊക്കെ നമ്മൾ പലവട്ടം കണ്ടിട്ടുള്ള. ഫുഡ് ആൻഡ് ഓയിൽ സീഡ്സ് ക്രോപ്പിനാണ് കവറേജ് വരുന്നത്.
പിന്നെ ആനുവൽ കൊമേഴ്ഷ്യൽ ആൻഡ് ഹോർട്ടിക്കൾച്ചറൽ ക്രോപ്സ്, അത് പാസ്റ്റ് ഈൽഡ് ഡാറ്റാ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ അഗ്രി ഇൻഷുറൻസ് ആണ് കിട്ടുന്നത്. വോളണ്ടറി ആണ്, സെൻട്രൽ സബ്സിഡി കുറച്ചുണ്ട്. വൺ നേഷൻ വൺ റേഷൻ കാർഡ് സ്കീം. PDS ഷോപ്പുകളെല്ലാം ഓൾ ഇന്ത്യ കണക്ട് ചെയ്യാണ് ഒരു സോഫ്റ്റ്വെയർ മുഖാന്തരം. ഇൻഫ്ലുവൻസ H5N8 വൈറസ്, WHO പറഞ്ഞു റഷ്യയിൽ അത്ര ഒരു കേസസ് വന്നു. ഏവിയൻ ഇൻഫ്ലുവൻസ അല്ലെങ്കിൽ ബേർഡ് ഫ്ലൂ. രാഷ്ട്രീയ കാമധേനു കാമധേനു ആയോഗ് cancelled its indigenous cow science examination after widespread criticism about its promotion of fake claims and pseudoscience. Pseudoscience എന്ന് വെച്ചാൽ എന്താ? Pseudoscience കള്ളശാസ്ത്രം. അത് ജെനുവിൻ ആണോ അല്ലയോ എന്നുള്ള ഒരു ചോദ്യമൊക്കെ പലപ്പോഴും വരും അല്ലേ എന്ന് പറഞ്ഞെന്താ? ഈ പശു ചാണകത്തിന് കൊറോണ വൈറസ് തടയാൻ കഴിവുണ്ട്, അങ്ങനെയൊക്കെയുള്ള സംഗതികളൊക്കെ വരും. ചോദ്യം ചോദിക്കത്തില്ല, ഒക്കെ കോൺട്രവേഴ്സി, അതൊന്നും UPSC ചോദിക്കത്തില്ല. വൺ നേഷൻ വൺ സ്റ്റാൻഡേർഡ് മിഷൻ, ലാബ് ടെസ്റ്റിംഗിൽ ഒരു സ്റ്റാൻഡേർഡ് കൊണ്ടുവരും. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് റിവ്യൂ ചെയ്യും. കാര്യം പല ലാബുകളും പല രീതിയിലാണ് ടെസ്റ്റ് ചെയ്യുന്നത്, അത് മാറണം. പ്രത്യേകിച്ച് ഈ ഫുഡിലുള്ള മായം കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റുന്നു. ഇപ്പൊ ഈ അനുപമ തൃശ്ശൂര് പിടിച്ചില്ലായിരുന്നു, അത് ഒരു ഫേക്ക് മായം കലർത്തി പിടിച്ചു. പക്ഷെ അത് അടുത്ത ലാബിലോട്ട് അയച്ചപ്പോ അതിൽ മായമില്ല എന്ന് പറഞ്ഞു. എന്താ കാര്യം അറിയാം? ഈ പർട്ടിക്കുലർ മായം ഐഡന്റിഫൈ ചെയ്യാനുള്ള കപ്പാസിറ്റി ആ മെഷീനില്ല. അവിടെ ടെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. ലിഥിയം ഡിപ്പോസിറ്റ് മാണ്ഡ്യയില് കണ്ടുപിടിച്ചു. എവിടെയാണ് മാണ്ഡ്യയില്? കർണാടകയിൽ. ലൈറ്റസ്റ്റ് സോളിഡ് എലമെന്റ് ആണ്, ലൈറ്റസ്റ്റ് മെറ്റലുമാണ്. Heat capacity, it has highest specific heat capacity of any solid element. ലിഥിയം പലപ്പോഴും സിറാമിക്സ്, ഗ്ലാസ്, ടെലികമ്മ്യൂണിക്കേഷൻ ഇതിലൊക്കെ ഉപയോഗിക്കാറ്. ഫസ്റ്റ് എനർജി ഐലൻഡ് ഡെൻമാർക്ക് നോർത്ത് സീയിൽ ക്രിയേറ്റ് ചെയ്യുക. ആർട്ടിഫിഷ്യൽ ഐലൻഡ് ആണ് അത്. 18ഓളം ഫുട്ബോൾ സ്റ്റേഡിയത്തിന്റെ വലിപ്പമുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഐലൻഡ് ആണ്. അവിടുന്ന് എന്ത് ചെയ്യും? എനർജി പ്രൊഡ്യൂസ്, green energy. So we will convert that into electricity, which we will use for European households. Pradhan Mantri Urja Ganga project, GAIL 2433 കോടിയുടെ ഒരു പൈപ്പ് ലൈൻ, കുക്കിംഗ് ഫ്യൂവൽ അത് വളരെ ചീപ്പായിട്ട് എത്തിക്കും. അതിനു വേണ്ടിയിട്ടുള്ളത് ഉദ്ഘാടനം ചെയ്തു. Dobi to in Bihar to Durgapur in West Bengal. Urja Ganga project.
അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കുന്നു. അടുത്ത ഒരു ടോപ്പിക് നാഷണൽ കോൾ ഇൻഡെക്സ്. ഇത് മിനിസ്ട്രി ഓഫ് കോൾ ആണ്. കോൾ മൈൻസിന്റെ ഒരു കൊമേഴ്ഷ്യൽ ഓപ്ഷൻ ആണ് ഇത് പ്രകാരം നടക്കുന്നത്. അപ്പൊ എന്താ ചെയ്യാം? Ministry of Coal has started commercial auction of coal mines on revenue share basis. In order to arrive the revenue share based on market prices of coal, National Coal Index was conceptualized. National Coal Index is a price index which reflects the change of price level of coal on a particular month relative to a fixed base year. ഒരു ബേസ് ഇയറിനെ അടിസ്ഥാനത്തിൽ കോൾ മൈൻസിന്റെ ഓപ്ഷൻ സംഘടിപ്പിക്കുകയാണ്. ഇപ്പൊ ഗവൺമെന്റിന് അർഹതപ്പെട്ട ആ ഒരു തുക ആ ഓപ്ഷനിലൂടെ ലഭിക്കുവാൻ ഇത് കാരണമാകും. ഐൻസ്റ്റീനിയം എന്ന് പറഞ്ഞാൽ എന്താണ്? With a new study published in the journal Nature last week, for the first time researchers have been able to characterize some of the properties of Einsteinium. 1952 ഇത് ഡിസ്കവർ ചെയ്തത്. The first hydrogen bomb, 𝐰𝐰𝐰𝐿. It was discovered in 1952 in the debris of the first hydrogen bomb. ആദ്യത്തെ ഹൈഡ്രജൻ ബോംബിന്റെ അവശിഷ്ടങ്ങൾക്കിടയിലാണ് ഇത് കണ്ടെത്തിയത്. ഇതൊരു സൗത്ത് പസഫിക്കിലെ ഒരു റിമോട്ട് ഐലൻഡിൽ നിന്നാണ്. ഇതിന്റെ പ്രോപ്പർട്ടീസ് എന്താണ്? റേഡിയോ ആക്റ്റീവ് ആണ്, ഹൈലി റേഡിയോ ആക്റ്റീവ് ആണ്. ഇതില് ഐൻസ്റ്റീനിയം 253 എന്ന് പറയുന്ന ഐസോട്ടോപ്പ് has a half-life of 20 days. Einsteinium 254 is one of the more stable isotopes in the element that has a half-life of 276 days. ഇത് ഹൈലി റേഡിയോ ആക്റ്റീവ് ആണ് എന്നുള്ളതും മനസ്സിലാക്കുക. അടുത്ത സ്ക്വയർ കിലോമീറ്റർ അരേ. സ്ക്വയർ കിലോമീറ്റർ അരേ ഒബ്സർവേറ്ററി കൗൺസിൽ അവരുടെ ഒരു മീറ്റിംഗ് നടത്തി. അതിനുശേഷം ലോകത്തിലെ ഏറ്റവും വലിയ റേഡിയോ ടെലസ്കോപ്പ് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള നടപടിക്രമങ്ങളിലേക്ക് അവർ പോവുകയാണ്. ഇപ്പം 10 കൺട്രീസ് ഈ സ്ക്വയർ കിലോമീറ്റർ അരേ ഒബ്സർവേറ്ററി കൗൺസിലിന്റെ ഭാഗമായിട്ട്. ഓസ്ട്രേലിയ ഉണ്ട്, ഇന്ത്യ ഉണ്ട്, കാനഡ ഉണ്ട്, ചൈനയുണ്ട്, ഇറ്റലി ഉണ്ട്. അപ്പൊ ഇന്ത്യ ഒരു മെമ്പർ ആണെന്നുള്ളതാണ് ഇതിലെ ഇമ്പോർട്ടൻസ്. ന്യൂസിലാൻഡ് ഉണ്ട്, സൗത്ത് ആഫ്രിക്ക ഉണ്ട്, സ്വീഡൻ ഉണ്ട്, UK ഉണ്ട്. റേഡിയോ ടെലസ്കോപ്പിന്റെ പ്രത്യേകത, they can detect invisible gas and therefore they can reveal areas of space that may be obscured by cosmic dust. നാലാമത്തെ ടോപ്പിക് വളരെ പ്രധാനപ്പെട്ടതാണ്. UAEയുടെ ഫസ്റ്റ് മിഷൻ ടു മോസ്, ഹോപ്പ് മിഷൻ. ഒരു അറബ് വേൾഡിൽ നിന്നുള്ള ആദ്യത്തെ ഇന്റർ പ്ലാനറ്ററി മിഷനാണ്. അത് ഹെഡ് ചെയ്തത് ഒരു വനിതയാണ്. That is another important thing. The mission is officially named the Emirates Mars Mission and the orbiter has been named Hope or Al-Aman. It is the first interplanetary mission for the Arab world. Hope probe has a mission life of 1 Martian year, which is almost 2 Earth years. ഇതിന്റെ ഉദ്ദേശം എന്താണ്? ഈ പ്രോബിന്റെ, ഹോപ്പ് പ്രോബിന്റെ ഉദ്ദേശം to understand the climate dynamics and global weather map of Mars by studying lower atmosphere of Mars. മനസ്സിലാക്കുക, പോയിന്റ്സ് മനസ്സിലാക്കുക. 2, to explain how the weather of Mars affect the escape of hydrogen and oxygen by correlating conditions in the lower and upper atmosphere. മൂന്നാമത്തെ കേസ്, to understand the presence and variability of hydrogen and oxygen in the upper atmosphere and why Mars is losing these gases to space.
പാരലി ചൈനയുടെ Tianwen-1 probe important ആണ്. Entered orbit around the Mars after 6.5 journey from the Earth. Tianwen-1 will attempt to send landing capsule carrying a 240 kilogram rover in rapid 7-minute descent into massive plane in the northern hemisphere of Mars, known as Utopia Planitia. China's first Mars probe ആണ് Tianwen-1 എന്നറിയപ്പെടുന്നത്. ലാൻഡിംഗ് സൈറ്റ്സ് ഉട്ടോപ്പിയ പ്ലാനീഷ്യ അവിടെയാണ്. ജിയോളജിക്കൽ മാപ്പ് ക്രിയേറ്റ് ചെയ്യും. Martian soil and potentially locate waterized deposits. Analyze the surface material composition. Investigate the Martian atmosphere and climate at the surface. Understand the electromagnetic and gravitational fields of the planet. 𝐼𝐴𝑆 announces Bhuvan. 136ാമത്തെ ടോപ്പിക്കിലേക്ക് പോകുന്നു. Department of Space, under which 𝐼𝐴𝑆 comes as signed an MOU with the geospatial technology company CE Infosystems Private Limited. The collaboration will enable them to jointly identify and build a holistic geospatial portal utilizing Earth observation data assets. Bhuvan. The geospatial portals will be called Bhuvan, Vedas, and Masdaq. Bhuvan National Geoportal developed and hosted by 𝐼𝐴𝑆. അപ്പോൾ നമുക്ക് ജിയോസ്പേഷ്യൽ ഡാറ്റാസ് എല്ലാം ലഭിക്കും. നമുക്ക് സ്ഥലങ്ങളുടെ ഡാറ്റയും എല്ലാം തന്നെ ലഭിക്കും. വേദാസും വിഷ്വലൈസേഷൻ ഓഫ് എർത്ത് ഒബ്സർവേഷൻ ഡാറ്റ ആൻഡ് ആർക്കീവിയൽ സിസ്റ്റം. മൊസ്ഡാക്കും മെട്രോളജിക്കൽ ആൻഡ് ഓഷ്യാനോഗ്രഫിക് സാറ്റലൈറ്റ് ഡാറ്റ ആർക്കീവിയൽ സെന്റർ. നാസയുടെ പെർസീവറൻസ്, മിഷൻ പെർസീവറൻസ് 7 മാസത്തിന് ശേഷം, ഇതും ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട്. മാസത്തിലേക്കുള്ള ജേണി എത്തി. ജൂലൈ 2020 എത്തി. ഇറ്റ് ഈസ് എക്സ്പെക്ട് ലോഞ്ച് ചെയ്തത്. ഇത് മാർസിൽ എവിടെയാണ് വന്നത്? ടച്ച് ചെയ്യുന്നത് ജസേറോ ക്രേറ്ററിലാണ്. അതിന്റെ ഉദ്ദേശം എന്താണ്? ടു സീക്ക് സയൻസ് ഓഫ് ആൻഷ്യൻ ലൈഫ് ആൻഡ് കളക്ട് സാമ്പിൾസ് ഓഫ് റോക്ക് ആൻഡ് റെഗ്ലോലിത്ത് ടു പോസിബിലി റിട്ടേൺ ദിസ് ടു എർത്ത്. Perseverance is fueled by electrical power by using heat of plutonium's radioactive decay. NASA's Perseverance gets shape memory alloys. Why is the mission significant? Perseverance will carry a unique instrument which for the first time will manufacture molecular oxygen to Mars using carbon dioxide from the carbon dioxide rich atmosphere. It will carry Ingenuity. അവിടുത്തെ നമ്മൾ അവിടെ ഇറക്കുന്ന ഹെലികോപ്റ്ററിന്റെ പേരാണ് Ingenuity. ഇത് മനസ്സിലാക്കുക. This is the first time NASA will fly a helicopter on another planet or satellites. Ethanol as an alternative fuel. National Policy on Biofuels 2018 under the Ethanol Blended Program. അപ്പോൾ നമ്മൾ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്തേക്കാണ് 20% എത്തനോൾ ബ്ലെൻഡിങ് 2030 കൂടി വരണം. ഇത് പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയാണ്. എത്തനോൾ നമ്മൾ എവിടുന്നാണ് ഡെവലപ്പ് ചെയ്യുക? ഷുഗർ കെയിൻ ആൻഡ് ഫുഡ് ഗ്രെയിൻ ബേസ്ഡ് റോ മെറ്റീരിയൽസ് എന്നാണ്. എക്സ്മിൽ പ്രൈസ് സെറ്റ് ചെയ്തു ഇതിനു വേണ്ടിയിട്ട്. ഗവൺമെന്റ് ഹാസ് നോട്ടിഫൈഡ് ഇൻട്രസ്റ്റ് സബ്വെൻഷൻ സ്കീംസ് ഫോർ സെറ്റിംഗ് അപ്പ് ഓഫ് molasses and grain based new distilleries or expansion of existing distilleries. Ethanol can be produced from sugarcane, maize, wheat, etc., which are having high starch content. In India, ethanol is mainly produced from sugarcane molasses by fermentation process. Ethanol can be mixed with gasoline to form different blends. World Wetlands Day, that is another topic. 2nd February every year, the day also marks the anniversary of the signing of the Convention on Wetlands of international importance. The theme of this year is wetland water. So we are celebrating Wetlands Day on February 2nd every year. Ramsar Convention on Wetlands, the UNESCO Man and Biosphere Program, and others. ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളിത് പ്രൊട്ടക്ട് ചെയ്യുന്നത്. കണ്ടൽക്കാടുകൾ നമ്മൾ നാട്ടിൽ പറയത്തില്ല, അതാണ് വെറ്റ്ലാൻഡ്സ്. അതിൽ മാൻഗ്രോവ്സ് വരും, മാർഷസ് വരും,
peatlands വരും, റിവേഴ്സും ലേക്സും വാട്ടർ ബോഡീസും ഡെൽറ്റാസും ഫ്ലഡ് പെയിൻസും സാംസ് ഒക്കെ ഇതിൽ വരും, കോറൽ റീഫ്സും വരും. Why wetlands are crucial for a healthy planet? This is very important. The health of the people on our planet depends on healthy wetlands. 40% of the world's species live or breed in wetlands. That is one of the most important feature we have to consider. And another thing, wetlands are nurseries of life. 40% of animals breed in wetlands. That is another reason. Wetlands are kidneys of the earth. They can clean the environment of pollutants. Nurseries of life and kidneys of life. Wetlands matter for climate change. They store 30% of land-based carbon. They absorb it. Wetlands minimize disaster risk. They absorb storm surge. Tsunami ഒക്കെ അടിക്കുമ്പോൾ ആ തിരയുടെ ശക്തി കൺട്രോൾ ചെയ്യാൻ wetlands സഹായകരമാണ്. India has rich wetlands famously for its biodiversity. There are 42 Ramsar sites in India as of 2020 December. ഇപ്പൊ പുതുതായിട്ട് വന്നിട്ടുണ്ട് അല്ലേ? 4 വന്നിട്ടുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഡിസ്കസ് ചെയ്ത വേൾഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സബ്മിറ്റ് 20th edition of event was inaugurated recently, redefining our common future, safe and secure environment for all. About the World Sustainable Development Summit. It is an annual flagship event of the Energy and Resources Institute. TERIയുടെ ഒരു program. Legacy of Delhi Sustainable Development Summit. Continue ചെയ്യാണ്. 2001 തുടങ്ങിയത്. Energy and Resource Institute, TERI. അത് ലീഡിംഗ് തിങ്ക് ടാങ്ക് ആണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ളത്. 74 എസ്റ്റാബ്ലിഷ് ചെയ്തത്. പേ ജൽ സർവേക്ഷൻ. It's a drinking water survey launched in 10 cities under Jal Jeevan Mission, launched by the Union Housing and Urban Ministry. ഇത്രയും കാര്യങ്ങളാണുള്ളത്. കാർബൺ വാച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? കാർബൺ ഫുട് പ്രിന്റിന് വേണ്ടിയിട്ടുള്ള ഇന്ത്യയുടെ ഫസ്റ്റ് ആപ്പാണ്. ചണ്ഡീഗഡ് ആണ് ഫസ്റ്റ് സിറ്റി കാർബൺ വാച്ച് അപ്ലോഡ് ചെയ്യുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് കേസായിട്ട് അല്ലെ എക്സാമ്പിൾ ആയിട്ട് ആൻസർ കൊണ്ടുവരാം. കാർബൺ ഫുട് പ്രിന്റ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഹ്യൂമൻ ആക്ടിവിറ്റി വഴിയായിട്ട് നമ്മൾ എത്രമാത്രം കാർബൺ ഡയോക്സൈഡ് അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഈ ഭൂമിയിലേക്ക് കടത്തിവിടുന്നു എന്നുള്ളതിനെയാണ് കാർബൺ ഫുട് പ്രിന്റ് എന്ന് പറയുന്നത്. ക്ലാരിറ്റി വേണം ഇതിനെക്കുറിച്ചൊക്കെ, സംശയം ഉണ്ടോ ചോദിച്ചോളൂ. അപ്പൊ ഈ ആപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? As a person downloads the application, they will need to fill details of all parts: water, energy, waste generation, and transport. In each category, they will be required to inform about their respective consumptions and waste generation. With the mentioned information, the mobile application will automatically calculate the carbon footprint of the individual. നമ്മൾ എന്തുമാത്രം കാർബൺ ഫുട് പ്രിന്റ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. നാഷണൽ വേൾഡ് ആവറേജ് എമിഷൻ ഇങ്ങനെയുള്ള ഡാറ്റാസ് ഒക്കെ വരും. ഇതൊക്കെ ഫ്യൂച്ചറിൽ എല്ലാ സിറ്റിസൺസിനും ചിലപ്പോൾ കമ്പൽസറി ആക്കും. ഈ ഗ്ലോബൽ വാർമിംഗ് ഒരു വലിയ ഇഷ്യൂ ആവും. വാട്ട് ഈസ് ഗ്ലേഷ്യർ ഔട്ട്ബേസ്റ്റ് ഫ്ലഡ് ആൻഡ് വൈ ഡസ് ഇറ്റ് ഒക്യൂർ? ഉത്തരാഖണ്ഡില് മാസീവ് ഫ്ലഡിങ് വന്നു. നന്ദാദേവി ഗ്ലേഷ്യർ പൊട്ടി ചമോലി ഡിസ്ട്രിക്ട്. 2013 ആ ഒരു സമാനമായ സാഹചര്യമാണ് വന്നത്. കേദാർനാഥ് കലാമിറ്റി നിങ്ങൾക്കറിയാം, ഒരുപാട് പേര് മരിക്കുകയുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്നാണ് വാട്ടർ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് ജലാശയങ്ങളിൽ നദികളിൽ വെള്ളം കൂടും, വലിയ ഫ്ലഡ് ഉണ്ടാവും, ഫാസ്റ്റ് ഫ്ലഡ് ഉണ്ടാവും. ഗ്ലേഷ്യൽ ബ്രേക്കിന് കാരണം ഇറോഷൻ ഉണ്ട്, വാട്ടർ പ്രഷർ ഉണ്ട്, അവലാഞ്ച് അല്ലെങ്കിൽ അവലാഞ്ച് ഓഫ് സ്നോ ഓർ റോക്സ് കാരണമാകും. എർത്ത്ക്വേക്ക് അണ്ടർ ദ ഐസ്, ദറ്റ് ഈസ് അനദർ റീസൺ. മാസീവ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് വാട്ടർ ഇൻ ഗ്ലേഷ്യർ. ഇതൊക്കെയാണ് കാരണമായിട്ട് വരുന്നത്. നന്ദാദേവി ഗ്ലേഷ്യർ എവിടെയാണ്? നന്ദാദേവി ഇന്ത്യയിലെ ഹയസ്റ്റ് മൗണ്ടൻ ആണ്, സെക്കൻഡ് ഹയസ്റ്റ് മൗണ്ടൻ ആണ്, അവിടെയാണ് ഇത്. Second highest after Kanchenjunga. It is the highest mountain located entirely within the country, as Kanchenjunga lies on the border of India and Nepal. പറഞ്ഞു ശ്രീകാന്ത് പറഞ്ഞു. ഇത്രയൊക്കെയാണ്. കേട്ടില്ല. തേർഡ് എന്നാണോ ഒഫീഷ്യലി പറയുന്നത്?
സെക്കൻഡ് മൗണ്ട് കേറ്റു ഗോഡ്വിൻ എന്ന് പറഞ്ഞ പറഞ്ഞത് ഏതാ? മൗണ്ട് കേറ്റു മൗണ്ട് K2. ഓക്കെ. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് ഓൾമോസ്റ്റ് ഫെബ്രുവരി മാസത്തിൽ നിന്നുള്ള. ഇനിയിപ്പോൾ അധികം മാസങ്ങളില്ല. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്. അപ്പോൾ ഒരു വളരെ പെട്ടെന്ന് നമ്മൾ ആ കറണ്ട് ടോപ്പിക്സ് കൂടെ നമ്മൾ കവർ ചെയ്യും. ഒരു 6 മാസത്തെയും കൂടെ ചെയ്താൽ നമ്മുടെ ഫുൾ കറണ്ട് അഫയേഴ്സ് അടിപൊളിയാവും. 2022 എഴുതുന്നവർക്കും അത് ഗുണകരമാവും. അപ്പൊ നന്നായിട്ട് പഠിക്കുക, സമയം ഒട്ടും കളയരുത്. കേട്ടില്ല, എന്താ പറഞ്ഞ? ഹലോ, ആ, ഇപ്പൊ കേൾക്കാവോ സർ? CRPF മെയിൻസിന്റെ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോഴേ അതിലൊക്കെ